ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിന്റെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്ക് മാറിയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ 5 ചാപ്റ്ററോളം എന്ത് ചെയ്തു, കവർ ചെയ്ത് കഴിഞ്ഞതുമാണ്. അല്ല, വലിയ പ്രയാസമായിട്ടും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പുതിയ ചോദ്യ മാതൃക പ്രഖ്യാപിക്കുന്നു. SCERT-ക്കകത്ത് പുതിയ ചോദ്യ മാതൃക ഇടുന്നു. ആ വിവരം പത്രത്തിലൂടെയും അധ്യാപകരിലൂടെയും നമ്മൾ അറിയുന്നു. ആകെ ടെൻഷനായി. എങ്ങനെയായിരിക്കും ഇനി പുതിയ മാതൃക വരാൻ പോകുന്നത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്നും എല്ലാ ചോദ്യങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ്, നമുക്കൊരു ധാരണയുമില്ല. ആ ധാരണ ഒന്ന് പരിശോധിച്ച് ചോദ്യപേപ്പർ വെച്ച് തന്നെ നമ്മുടെ ധാരണ ശരിയാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ പോകുന്ന ഒരു സെഷനിലേക്കാണ് മക്കളെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ പാദവാർഷിക ആത്യന്തിക വിലയിരുത്തൽ 2025-26 മാതൃകാ ചോദ്യപേപ്പർ മലയാളം കേരള പാഠാവലി. സമയത്തിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. 1.5 മണിക്കൂറാണ് പരീക്ഷ. ആകെ സ്കോർ 40 മാർക്ക്. അതിനകത്തൊന്നുമില്ല, മാറ്റമില്ല. ഇനി നോക്കുക, 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. 4 മാർക്ക്, അതായത് ഓരോന്നിനും ഓരോ മാർക്ക്. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും. ഈ വരികളിൽ നിങ്ങളെ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നമുക്കറിയാം, ആ ചോദ്യം പൂക്കളെയാണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇതൊരു പുതിയ മാതൃകയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം. അതായിരുന്നു ആ തിരക്കഥകത്തുള്ള പരാമർശം. ശരിയാണ്, അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം. അമ്മക്ക് ശരണാലയത്തിൽ പോകാൻ വലിയ താല്പര്യമുണ്ട്. ഉണ്ടായിരുന്നോ? അമ്മക്ക് ശരണാലയത്തിൽ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. ഭയങ്കര സങ്കടമായിരുന്നല്ലോ. അപ്പൊ ഈ പ്രയോഗം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അമ്മ ശരണാലയത്തിലേക്ക് പോകുന്നില്ല. അല്ല, അമ്മ പോകുന്നുണ്ട്. ഇഷ്ടമില്ലാതാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പം അമ്മ ശരണാലയത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതും തെറ്റാണ്. പോകുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ നോക്കുക. 1ഉം 2ഉം ശരിയാണ് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. 1 ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇത് തെറ്റ്, നമ്മൾ മാർക്ക് ചെയ്തു. 1ഉം 3ഉം ശരിയാണ്. 1 ശരിയാണ്, മൂന്നാമത്തെ ശരിയാണോ? അല്ല, മൂന്നാമത്തെ തെറ്റാണ്. അപ്പൊ ഈ പ്രയോഗം തെറ്റാണ്. 1 മാത്രം ശരിയാണ്. റെഡിയാണ്. 2ഉം 3ഉം തെറ്റാണ്, 1 മാത്രം ശരിയുള്ളൂ. അപ്പൊ ഇത് ശരിയാണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണോ? അല്ല, 1 മാത്രമേ ശരിയുള്ളൂ, 2 തെറ്റാണ്. ഇത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? സി ആണ്. പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം. ശരിയായ വിഗ്രഹാർത്ഥ രൂപം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മനസ്സംതൃപ്തി. അതിന്റെ അർത്ഥം ആലോചിക്കുക. മനസ്സിന്റെ സംതൃപ്തിയാണ് എന്ത്? മനസ്സംതൃപ്തി അല്ലേ? ഇനി നോക്കുക, ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏതാണ്? വീണ്ടും അതാ ശരിയായത്. സന്തോഷച്ചിരി. സന്തോഷം ചിരി. ഇവിടെ ഇരട്ടിക്കൂല, അവിടെ 1 വരുള്ളൂ. അപ്പൊ അത് തെറ്റാണ്. വഴിക്കണക്ക്. വഴി പിന്നെ കണക്ക്, ഒരു കായ വരാൻ പാടല്ലോ. അത് കൂടിച്ചേരുമ്പോഴാണ് ഡബിൾ ആയേണ്ടത്. അപ്പം ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. എൻ്റെയും, എൻ്റെ പ്ലസ് എൻ്റെയും. വികൃതമായ, വികൃതം പ്ലസ് മായ, വികൃതമായ, അതും തെറ്റാണ്. അപ്പം നമ്മുടെ മുന്നിൽ ശരിയായിട്ടുള്ളത് C3 മാത്രമാണ്. സെറ്റ്. റെഡി. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 മാർക്കിന്റെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, 3 മാർക്കിന്റെ 3 ചോദ്യം, ടോട്ടൽ 9 മാർക്കാണ്. അപ്പോൾ അമ്മ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ നമുക്കറിയുന്നതാണ്. അമ്മയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? എത്ര വാക്യത്തിലാ? 3ഓ 4ഓ വാക്യത്തിൽ എഴുതിയാൽ മതി. ഇനി ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിന്റെ കഥയുണ്ട്. യേശുദാസിന്റെ പാഠഭാഗത്തിനോട് എന്ത് ചെയ്യുക? എഴുതുക. നമുക്ക് പൊതുവായിട്ടുള്ള ധാരണയെ എഴുതുക. കവിയുടെ നിരീക്ഷണത്തിന്റെ ഔചിത്യം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള 4 ചോദ്യം തന്നിട്ടുണ്ട്, എയും ബിയും. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ന് വന്നിട്ടുണ്ട്, മക്കൾ മറന്നു പോരുത്. ഒന്നുകിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ ഇത് എഴുതുക. രണ്ടും കൂടി എഴുതി സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. 1 മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. ഇനി നോക്കുക, അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്കിന്റെ ചോദ്യം, 4 എണ്ണത്തിന് 5 മാർക്ക് വീതം കിട്ടും. അരപ്പുറമാണ് നമ്മൾ എഴുതേണ്ടത്. അരപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷ പേപ്പർ ഇതാണ്, അതിന്റെ പകുതി. പകുതി എന്ന് പറയുമ്പോൾ ഇത്ര 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 ഇത്ര. സെറ്റാണല്ലോ, മറന്നുപോലല്ലോ. ഓക്കെ, നോക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ചലച്ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ജീവിത സന്ദേശം വിശദമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക യേശുദാസിന്റെ. സ്വാഭാവികമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്.
ഇനിയുള്ളതൊരു സാധ്യത, ഒരു ഗദ്യഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സിനിമയിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യരുടെ പ്രതിനിധികളായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ കഥ പറയുന്ന കഥാപാത്രമാകുന്നതോടെ വിസ്മയാവഹമായ വശീകരണ ശക്തി അവർക്ക് കൈവരുന്നു. ആഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ കാഴ്ചയിലൂടെയും കഥാപാത്രത്തിലൂടെയും കഥയുടെ ഊഷ്മളമായ ചുരുൾ നിവർത്തുമ്പോൾ കാഴ്ചക്കാർ കഥാപാത്രങ്ങളുടെ ശരീരവും ശരീരഭാഷയും വൈകാരിക അവസ്ഥകളും ആഗ്രഹത്തോടെ അറിഞ്ഞ് ആസ്വദിക്കുന്നതാണ് സിനിമയെ തീക്ഷ്ണമാക്കുന്നത്. സിനിമയിൽ കഥാപാത്രത്തിനുള്ള പ്രസക്തി മനസ്സിലാക്കി വേണം തിരക്കഥയിൽ അവരെ സൃഷ്ടിക്കുവാനും പ്രകടനത്തിലൂടെ വ്യക്തിത്വം പകർന്നു കൊടുക്കുവാനും. കഥാപാത്രങ്ങളിലൂടെ കഥ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നല്ല തിരക്കഥ തന്നെ ഉണ്ടാകുന്നില്ലെന്ന വസ്തുതയും അറിഞ്ഞിരിക്കണം. പുതുസിനിമ, ഭാവന, ഭാഷാ ഭാവുകത്വം, ഡോക്ടർ JSK മാനുവൽ. കഥാപാത്രങ്ങൾക്ക് വശീകരണ ശക്തി കൈവരുന്നത് എപ്പോഴാണ്? സിനിമയിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യരുടെ പ്രതിനിധികളായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് വശീകരണ ശക്തി കൈവരുന്നത്. സെറ്റ്. ദെൻ നല്ല തിരക്കഥയുടെ ഗുണമായി ലേഖകൻ പറയുന്നത് എന്താണ്? നല്ല തിരക്കഥയുടെ ഗുണമായിട്ട് ലേഖകൻ പറയുന്നത് എന്താണ്? സിനിമയിൽ കഥാപാത്രത്തിലുള്ള പ്രസക്തി മനസ്സിലാക്കി വേണം തിരക്കഥയിൽ അവരെ സൃഷ്ടിക്കാനും പ്രകടനത്തിലൂടെ വ്യക്തിത്വം പകർന്നു കൊടുക്കുവാനും. അതാണ് നല്ല തിരക്കഥ തന്നെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്. സിനിമ തീക്ഷ്ണമായ അനുഭവമാകുന്നത് എപ്പോഴാണ്? ശരീരഭാഷയും വൈകാരിക അവസ്ഥകളും ആഗ്രഹത്തോടെ അറിഞ്ഞ് ആസ്വദിക്കുമ്പോഴാണ് സിനിമ തീക്ഷ്ണമാകുന്നത്. ഇങ്ങനെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഇനി ഇവിടെ നോക്കുക, അനുഭവക്കുറിപ്പ് നമുക്കറിയാം. അല്ലെങ്കിൽ പരിഗണിച്ച് നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. സെറ്റ്. പനിനീർപ്പൂവ് എന്ന കവിത നൽകുന്ന തിരിച്ചറിവുകൾ. ഭൂമിയിൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഗുണമുണ്ട് എന്ന കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിനകത്തൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. 7 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ. തിങ്കളാഴ്ച നല്ല ദിവസം. അമ്മയെ റോഡിൽ ഉപേക്ഷിച്ചു. പത്രവാർത്തയിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മളത് എഴുതി വെക്കുക. ഒരു പ്രഭാഷണം, എന്താണ്? കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അല്ലെങ്കിൽ ചൂടെ കൊടുത്തിരിക്കുന്ന കഥക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക. കഥ വായിക്കുക, അതിന് ആശയം എഴുതി വെക്കുക, ആസ്വാദനക്കുറിപ്പ് എഴുതി വെക്കുക. സെറ്റ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. 1-2 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ മാത്രമേ എന്തുള്ളൂ, മാറ്റങ്ങളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം, വായിച്ചാൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.